അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസുഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അവൻ എന്നെ കൊല്ലും എന്നാണ് ഒരു ഉമ്മ പറയണത്. എനിക്ക് അവൻ്റെ കൂടെ കടന്നുറങ്ങാൻ പേടിയാണ്. അവൻ എൻ്റെ അടുക്കിലേക്ക് കത്തിയെടുത്ത് വന്നു എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട്. ഞാൻ എന്തു ചെയ്യും? ഈ ഒരു 16 വയസ്സുകാരൻ്റെ അടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന ആരാരെയോ? അവനെ പ്രസവിച്ച ഉമ്മയാണ്. നമ്മുടെ പാരൻറ്റിങ്, നമ്മുടെ മക്കളെ വളർത്തുന്നത് എന്തുമാത്രം നമുക്ക് പ്രതികൂലമായി വരും, എന്തുമാത്രം അബദ്ധങ്ങൾ നമ്മളിത് സംഭവിക്കും എന്നതിൻ്റെ മികച്ച ഉദാഹരണമാണിത്. എന്ന് പറഞ്ഞാൽ സ്വന്തം മകൻ്റെ അടുക്കൽ കിടന്നുറങ്ങാൻ പേടി, അവൻ കൊല്ലുമോ എന്ന ഭയം, അവനെ മരുന്ന് കൊടുത്ത് ഉറക്കുക, വീട്ടിലേക്ക് പോകാൻ പേടി എന്ന് ഉമ്മ പറയാം, കാരണം അവൻ വീട്ടിലുണ്ട്. ഈ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പാല് കൊടുത്ത് വളർത്തിയ നിങ്ങളുടെ മക്കൾ എങ്ങനെ എത്തി? അവന് ഉമ്മ എന്ന വികാരം നഷ്ടപ്പെട്ടു പോയി. ഉമ്മ അവൻ്റെ ലോകത്തെ ഏറ്റവും വലിയ ശത്രുവായി. ഉമ്മയ്ക്ക് നേരെ കടാരി ഓങ്ങാനുള്ള മാനസികാവസ്ഥയിലേക്ക് അവൻ്റെ മനസ്സിലുള്ള ഇഷ്ടങ്ങളും സ്നേഹങ്ങളും ഉമ്മ എന്നുള്ള ബന്ധവും എല്ലാം അവന് പോയി. അവൻ ഏറ്റവും വലിയൊരു അപകടകാരിയായി. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇതൊക്കെ ചെയ്യാൻ പറ്റൂ? ഇതൊന്നും ഉമ്മയോട് ചെയ്യാൻ പറ്റില്ല. അവൻ്റെ ഇഹലോകവും പരലോകവും നശിച്ചു പോകും, ഒക്കെ നമുക്കറിയാം. പക്ഷേ അവന് തൻ്റെ ഇടമല്ലല്ലോ, തൻ്റെ ഇടമുള്ളത് ഉമ്മക്കല്ലേ. അപ്പോൾ എങ്ങനെ അവനെ മാറ്റാം, എങ്ങനെ മാറാം? വളരെ ഗൗരവമുള്ളതാണ് ഈ ഒരു കാര്യം. സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ 2 പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഈ സഹോദരിയുടെ ഒരു ജീവിത പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അവരൊറ്റയ്ക്കാണ് ജീവിക്കുന്നത്. എന്തെങ്കിലും നിലക്കുള്ള കുടുംബ പ്രശ്നങ്ങളോ പരാജയങ്ങളോ കാരണം അവർ പൊതുവെ മാതാപിതാക്കളിൽ നിന്ന്, ഭർത്താവിൽ നിന്നൊക്കെ വേറിട്ട് ജീവിക്കേണ്ടി വന്നു. സത്യത്തിൽ ഒരു വ്യക്തിക്ക്, ഒരു സ്ത്രീക്ക് മാത്രമല്ല, ഒരു വ്യക്തിക്ക് പോലും അത് സാധ്യമല്ല. നമ്മുടെ ഒരു കുടുംബത്തിൻ്റെയും ദാമ്പത്യത്തിൻ്റെയും ഒക്കെ ഭദ്രതയിലും ധൈര്യത്തിലും സമാധാനത്തിലും മുന്നോട്ട് പോകുന്നത്. അതില്ലാതിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഒരു അരക്ഷിതാവസ്ഥയിലാകും. അരക്ഷിതാവസ്ഥയിൽ കിടക്കുന്ന ഒരു ജീവിതം മലിനമാവേ ചെയ്യുള്ളൂ, അത് സങ്കീർണമാവേ ചെയ്യുള്ളൂ. അവരസ്വസ്ഥരായിരിക്കും. ഇപ്പം ഈ അസ്വസ്ഥതകളിൽ നിന്ന് അവർ മക്കളെ വളർത്തുമ്പോൾ മക്കളോട് അവർക്ക് ഒരു സമാധാനപൂർണമായി, സന്തോഷമായി, ഒരു നല്ല ആഹ്ലാദത്തോടു കൂടി ഒരു പെരുമാറ്റം സാധ്യമാവില്ല. ഒരു സന്തോഷകരമായ ഒരു അന്തരീക്ഷം വരുന്നത് ഹൃദയബന്ധത്തോടെ, സ്നേഹബന്ധത്തോടെ ഒരു നല്ല ദാമ്പത്യം പുലരുമ്പോൾ മാത്രമാണ് അവിടെ ഒരു നല്ല അവസ്ഥ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ ഒരു സിംഗിൾ പാരൻറ്റിങ്ങിൽ, ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ മക്കളോട് ഒരു നല്ല മാനസികാവസ്ഥയിൽ ഇഷ്ടത്തിലും പെരുമാറാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവിടെ അവർ നിരന്തരമായി പ്രകടിപ്പിക്കുന്നൊരു മാതൃത്വത്തിൻ്റെ സ്നേഹത്തിന് പകരം ദേഷ്യത്തിൻ്റെയും അതേപോലെ തന്നെ വെറുപ്പിൻ്റെയും ചില വികാരങ്ങളാണ് മക്കൾക്ക് നൽകുന്നത്. അതോടെ തന്നെ മക്കൾക്ക് ആ ഉമ്മ എന്ന ആ ഒരു സ്നേഹവും ആ ഇഷ്ടമൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു ഘട്ടം, നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി അവരെങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കാൻ വേണ്ടി, വായിക്കാൻ വേണ്ടി, നിസ്കരിക്കാൻ വേണ്ടി, അച്ചടക്കത്തിന് വേണ്ടി, മുടി വെട്ടാൻ വേണ്ടി ഒക്കെ ഇങ്ങനെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നിരന്തരമായ താക്കീതുകൾ, നിരന്തരമായിട്ടുള്ള പ്രകോപനങ്ങൾ, നിരന്തരമായിട്ട് നിർദ്ദേശങ്ങൾ, വരിഞ്ഞു മുറുക്കലുകൾ, ഇതൊക്കെ എന്താ അറിയോ, ഇത് ഉമ്മയെ ധിക്കരിച്ച് അനുസരണക്കേട് കാണിച്ച് ഉമ്മയുടെ ഒരു ശത്രുവായി ജീവിച്ചാൽ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടൂ എന്ന് വരുമ്പോൾ അവൻ ഉമ്മയുടെ ഏറ്റവും വലിയ ശത്രുവായി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉമ്മനെ ഭീഷണിപ്പെടുത്തി ഉമ്മനെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ പറ്റും, അങ്ങനെയാണ് ഈ മാക്സിമത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ സഹോദരിയോട് പറഞ്ഞു കൊടുക്കാനുള്ളത്? നിങ്ങളൊന്ന് തൽക്കാലം പെട്ടെന്ന് നിങ്ങളുടെ ശൈലി ഒന്നാണ് മാറ്റി. നിങ്ങളോട് നിസ്കരിക്കാൻ പറയണില്ല, ഓതാൻ പറയണില്ല, അവരോട് സ്കൂളിൽ പോകാൻ പറയണില്ല, ഒന്നും പറയണില്ല. അപ്പോൾ നിസ്കരിക്കാൻ പറയണം, നിസ്കരിക്കല്ലേ വേണ്ടത്, അതിനൊരു ഹിക്മത്തുണ്ട്. അപ്പോൾ അത് വേണ്ടേ? അപ്പോൾ എന്തു ചെയ്യുക, തൽക്കാലം എന്തു ചെയ്യുക, ഒരു പ്രശ്നമില്ലാതെ, ഒരു കുഴപ്പമില്ലാത്തൊരു മോനെ പോലെ മനസ്സിലാണ്ട് വിചാരിക്കുക. അവൻ ഇന്ന് മുതൽ ചേഞ്ചായി. എന്നിട്ട് അവൻ എന്തു ചെയ്യുക, ഒരു ഉമ്മ എന്ന ആ യഥാർത്ഥ വികാരത്തിൽ നിങ്ങൾ പെരുമാറാൻ തുടങ്ങുക. മോനെ ഭക്ഷണം കഴിക്കാൻ വാമോ, ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവൻ വേണ്ടെന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഉമ്മൻ്റെ ഒപ്പം കഴിക്കാം വാ എന്ന് പറയും.
അപ്പോൾ വേണ്ട അന്ന് നീ എപ്പോഴാച്ചാൽ കഴിക്കുക ഇവിടെ ഉണ്ട് കേട്ടോ, അടച്ചു വെച്ചിട്ടുണ്ട്. മോൻ്റെ ഡ്രസ്സൊക്കെ ഞാനിവിടെ തേച്ച് വെച്ചിട്ടുണ്ട്, നീ അതൊന്ന് എടുത്തോ, പിന്നെ ഉപയോഗിച്ചോട്ടോ പറയാം. ഇന്ന് സ്കൂളിൽ പോകണ്ടോ? ഇല്ലാതെ പോകണം, എന്നായിക്കോട്ടെ. നമ്മൾ അവനെ ഇതുവരെ അവൻ പ്രതീക്ഷിച്ച പോലെ നിർബന്ധിക്കാനോ തല്ലാനോ ഒന്നും പോണില്ല. അപ്പം തന്നെ അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, എന്താണ് ഇപ്പം ഉമ്മക്ക് പറ്റിയത്, എന്താണ് ചേഞ്ച്? ഒരു 4 ദിവസം കഴിയുമ്പോഴേക്കും അവൻ ഉമ്മ എന്ന് വിളിച്ച് സ്നേഹത്തോടെ നിങ്ങളുടെ അടുക്കൽ വരും. ആ സ്നേഹത്തെ പിന്നെ ഒരു വെറുപ്പിലേക്ക് എത്തിക്കാതെ നിങ്ങൾ ശരിക്കും മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങളൊക്കെ അവരോട് ഷെയർ ചെയ്യാം, എല്ലാം അവനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവനെ ഒരു ഗാർഡിയനായിട്ട് കാണാം, അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അവൻ സ്വയം പക്വതയുള്ളവനാവും, അവൻ കാര്യങ്ങൾ ഏറ്റെടുക്കും, ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മാറ്റം അവനിൽ പ്രത്യക്ഷമാകും. നമ്മുടെ പാരൻറ്റിങ്ങിൽ വരുന്ന തകരാറുകൾ എത്രത്തോളം നമ്മളെ അപകടപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കാൻ ഒരുപക്ഷെ ഈ ഉദാഹരണം ഉപകരിച്ചേക്കും.